ഞങ്ങളെല്ലാവർക്കും നിങ്ങൾ അറിയാവുന്നതാണ്, സായിച്ചേട്ടനെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ നിങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എത്തിയിട്ടുള്ളൂ. അദ്ദേഹത്തെ ഏറെ സ്നേഹാദരങ്ങളോടുകൂടി ഈ വേദിയിലേക്ക് നമ്മുടെ പ്രസിഡന്റ് ഭാരവാഹിയായ ബൈജുവിന്റെ കൂടി സംഭവത്തോടു കൂടി അതുപോലെ ഓൺലൈൻ മീഡിയയുടെ ആയിട്ടുള്ള NIയുടെയും മറ്റുള്ളവരുടെയും എല്ലാം സംഭവത്തോടു കൂടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. നമ്മളെല്ലാവരും തമ്മിൽ ബന്ധപ്പെടുക അടുത്ത് പരിചയപ്പെട്ടിട്ടില്ല മാത്രമേ കുറച്ചുപേരൊക്കെ അറിയാം. പിന്നെ അംഗവാനിയിലെ കുറെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ കാര്യവിചാര സദസ്സ്, അങ്ങനെ നമ്മളൊക്കെ തമ്മിൽ അറിയാതെയും ആശയവിനിമയങ്ങൾ നടത്താറുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി LDF മുന്നണിയും അംഗമാലിയിൽ മത്സരിക്കാൻ ചില സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് നിയോഗിക്കുകയും ഇതിനകം തന്നെ നമുക്ക് വളരെ ആവേശകരമായ ഒരു പുതിയാണ്. കാരണം ഒരു അപരിചിതത്വമൊന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എല്ലാ പ്രദേശങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ബന്ധപ്പെടുകയും സന്ദർശിക്കുകയും ചെയ്തതായതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ പൊതുവിൽ എന്താണ് അങ്കമാലിയിൽ നിൽക്കുമ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്? രണ്ട് കാര്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒന്ന്, നിലവിലുള്ള ഗവൺമെന്റ് 10 വർഷക്കാലം കേരളത്തിൽ പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിച്ച ഒരു ഗവൺമെന്റാണ്. അതിന് മുമ്പ് 5 കൊല്ലം MLA ആയിരുന്നാണെന്നുള്ള നിലയ്ക്ക് ഇത് വളരെ അടുത്ത് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ അങ്കമാലിയിലും കാലടിയിലുമുള്ള പല വിഷയങ്ങളിൽ ഞാൻ ഉൾപ്പെടെ ഇടപെടുകയും അതുകൊണ്ടൊക്കെ നിങ്ങൾ ചിലർക്ക് ചില കാര്യങ്ങൾ അറിയാമെങ്കിൽ ആ രീതിയിൽ സാധിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നടക്കില്ലാന്ന് പലരും കരുതിയിട്ടുള്ള അത്ര വലിയ കാര്യങ്ങളൊന്നുമല്ല, എന്നാൽ പോലും അത് അനുവദിച്ചു കിട്ടിയ സ്ഥാപനങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി മാറിയിട്ടുള്ള ചെറുതും വലുതുമായ പല കാര്യങ്ങളുണ്ട്. അപ്പോ ഞങ്ങള് ഇപ്പൊ പെരുമ്പാവൂര് തന്നെ ഈ അങ്കമാലിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു സംരംഭം യാഥാർത്ഥ്യമായത് മലയാറ്റൂർ കോളനാട് പാലാണ്. അപ്പൊ അതിൽ ഞങ്ങൾ അക്കരയ്ക്കലുള്ള എല്ലാ ജനപ്രതിനിധികളും വളരെ യോജിച്ചും സഹകരിച്ചും ആ ഭൂവുടമകളുടെ മുഴുവൻ സമ്മതപത്രം മുൻകൂറായി വാങ്ങിയതുകൊണ്ടാണ് ആ പാലം പണി നടന്നത്. അപ്പോൾ രജിസ്ട്രേഷനും ടെൻഡർ പ്രൊസീജിയറും പാരലായി നടന്നു. കാഞ്ഞൂർ പാലം ശ്രീ അൻവർ സാദത്ത് ഞങ്ങളെല്ലാം സമീപിച്ച് അക്കരയ്ക്കരയുള്ള എല്ലാവരും കൂടിയാലോചിച്ചു. അക്കരെ സ്ഥലം വേണ്ടി വന്നില്ല, കാരണം പുഴ വരെ റോഡുണ്ട്. ഞങ്ങളുടെ ഭാഗത്താണ് സ്ഥലം എടുക്കേണ്ടത്. അതും 6-7 ഭൂവുടമകളുടെ ഒരേക്കർ താഴെയുള്ള സ്ഥലം വേണ്ടി വന്നു. പക്ഷെ അവരുടെയും നമ്മൾ സമ്മതപത്രം വാങ്ങി ഇപ്പോൾ ആ പ്രോജക്റ്റ് യാഥാർത്ഥ്യം. അത്തരത്തിൽ കാലടി അങ്കമാലി ഭാഗത്തുള്ള ഒരു വികസന സംരംഭങ്ങളും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള എല്ലാവരെയും കൂട്ടിവെച്ചു. വേണമെങ്കിൽ ഏറ്റവും മുതിർന്ന ഒരു നേതാവാണ് നമ്മുടെ MP, അദ്ദേഹത്തിന് മുൻകൈ എടുക്കും. പക്ഷെ അങ്ങനെ ഒരു പൊതുവിഷയങ്ങൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയും, പരസ്പരം എതിർക്കും, പരാജയപ്പെടുത്താനും വിജയിപ്പിക്കാനും പോകും. അത് കഴിഞ്ഞാൽ അതിർത്തി തർക്കം അതിർത്തിയിൽ നിർത്തിക്കൊണ്ട് പൊതു കാര്യങ്ങളിൽ യോജിച്ച ഒരു സംസ്കാരം നിയോജകമണ്ഡലത്തിലെ എല്ലാ ജനങ്ങളോടും സഹായ സഹകരണങ്ങളും സംവിധാനവും അപേക്ഷിക്കുക, അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന മുഖ്യ കാര്യങ്ങൾ. ബാക്കി വിവരങ്ങളെല്ലാം നമ്മൾ നേതാക്കന്മാർ പഠിക്കും. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് പ്രതികരിക്കാം. അദ്ദേഹത്തെ ഇവിടെ ഞങ്ങളുടെ ഒരു ചെറിയൊരു പത്രക്കുറിപ്പ് നൽകിയിട്ടുണ്ട്. ആരോപണങ്ങളും ആക്ഷേപങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് അങ്കമാലിയുടെ ഒരു സൃഷ്ടിപരമായ വളർച്ചയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. സഖാവ് AP കുര്യനിലൂടെ 4 പ്രാവശ്യം അങ്കമാലി മണ്ഡലത്തിൽ വന്നിട്ടുള്ള കാര്യമാണ്.
അതിനുശേഷം നമ്മുടെ എന്റെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ മുൻ മന്ത്രി ശ്രീ ജോസ് തെറ്റയിലൂടെ അംഗമായി പ്രാവർത്തികമാക്കിയുള്ള കാര്യങ്ങളാണ്. അതിനുശേഷമുള്ള ഒരു ദശാബ്ദത്തിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അത്ര വേഗതയിൽ അത്ര ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നിപ്പോ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. നമ്മൾ അംഗൻവാടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ രണ്ട് കാര്യം. ഒന്ന്, അങ്കമാലി പട്ടണത്തിൽ ആരംഭിച്ച് തിരുവനന്തപുരം വരെ ചെല്ലുന്ന MC റോഡിനെ 4 വരി പാതയാക്കുന്ന കാര്യം. ഏകദേശം 5217 കോടി രൂപ കിഫ്ബിയിൽ മാറ്റിവെച്ച് നടപ്പാക്കാൻ വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവാണ്. അപ്പൊ അങ്കമാലിയിൽ നിന്ന് കാലടിയിലും MC റോഡിലുമുള്ള ഇന്നുള്ള ആ കുപ്പിക്കരുത്ത് പോലെ അതോടൊപ്പം തന്നെ വേണ്ടത്ര വീതിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു ദിവസം പോകുന്ന 10,000-കണക്കിന് വാഹനങ്ങൾ ഏറ്റവും സുഗമമായി പോകാൻ കഴിയുന്ന ഒരു ബ്രേക്ക് പദ്ധതിക്കാണ് പിണറായി സർക്കാർ തുടങ്ങിയിരിക്കുന്നത്. അതൊരു മുഖ്യ കർമ്മ പരിപാടിയായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ഇവിടെ ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ബൈപ്പാസ് സംബന്ധിച്ച് ഞാൻ പറയേണ്ട കാര്യം നമുക്ക് എല്ലാം അറിയാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഞങ്ങള് ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു പോകാനല്ല. അത് ഉണ്ടാകും. സാജു പോള് ഇടപെടൽ സ്ഥാനാർത്ഥിയായി ജയിച്ചു കഴിഞ്ഞാൽ 3ാം പിണറായി ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാകുന്ന 100% ഉറപ്പാണ്. ആ കാര്യം കൂടി പ്രാവർത്തികമാക്കുമെന്ന് ഇവിടെ വർത്തമാനത്തിലല്ല, അത് തീരുമാനമാണ് ഇടതുപക്ഷ മുന്നണി. എന്തുകൊണ്ട് വന്നില്ല, എന്തുകൊണ്ട് അതിനെ രാഷ്ട്രീയ പ്രസംഗം പറഞ്ഞോളാം. ഇപ്പൊ ഇവിടെ പറഞ്ഞ് നിങ്ങൾക്കറിയാം, എനിക്കറിയാം, എല്ലാവർക്കും അറിയാം എന്താണത് ഫണ്ടനുവദിച്ചിട്ട് നടപ്പാക്കാതെ വന്നേക്കാൻ എന്താണ് കാരണങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അതെല്ലാം ആരുടെ ദൗർബല്യമാണ്, ആരുടെ പോരായ്മയാണ്, പ്രാപ്തിക്കുറവാണ് എന്നൊക്കെ ആരാണെന്ന് അടക്കം നമുക്കറിയാം. കിഫ്ബി ഫണ്ട് അടക്കം അലോട്ട്മെന്റ് വന്നിട്ട് സംഭവിക്കരുത് ഉണ്ടാകത്ത് സംഭവിച്ചു. ഇപ്പോ കേരളത്തിന്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ടൂറിസം മേഖലയാണ്. ഏകദേശം 3 കോടിയോളം വരുന്ന ആളുകളാണ് ഓരോ വർഷവും കേരളത്തിൽ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വന്ന് കേരളത്തെ അനുഭവിച്ചറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഹബ്ബായി, പ്രധാന കേന്ദ്രമായി ഒന്ന് ടൂറിസം, 2 പിൽഗ്രിം ടൂറിസം. അതിനെ പറ്റിയ നമ്മുടെ കാലടി, മലയാറ്റൂര്, അതോടൊപ്പം തന്നെ അതിൽ മറ്റേ ഏഴാറ്റൂർ വഴി അത്തിപ്പള്ളി ടൂറിസം സർക്യൂട്ട്, പിൽഗ്രിം സെന്ററിലേക്കുള്ള അവിടേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക്, ഇതെല്ലാം ശക്തിപ്പെടുത്തി ഈ മണ്ഡലത്തിന്റെ അതിന്റെ ജൈവ ഘടനയ്ക്കകത്ത് ഏറെ വളരെ വേഗതയിൽ ചലിപ്പിക്കുന്ന ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നില്ല, മണ്ഡലത്തിന് ഒരു സമഗ്ര മാറ്റം വേണം. ആ സമഗ്രത കണ്ടതുകൊണ്ട് EPയുടെ കാലത്ത്, പിന്നീട് തെറ്റുകൾ വീട്ടിയുടെ തെറ്റുകളുടെ കാലത്ത്. ആ സമഗ്രം എന്ന് പറയുന്നത് ഇപ്പോ നമ്മള് KSRTC ചെന്ന് അവിടെ നിൽക്കുമ്പോൾ അങ്കമാലിയുടെ ഒരു ബ്രാൻഡാണ്. അങ്കമാലിയെ സംബന്ധിച്ചുള്ള അതിന്റെ ഒരു സിംബലാണ് നമ്മുടെ KSRTC. ആ ഗോപുരം, ആ കെട്ടിട സമുച്ചയം. ഇപ്പോ CPMന്റെ ഓഫീസ് മുമ്പിലുള്ള മിനി സിവിൽ സ്റ്റേഷൻ, അത് ഒറ്റ കാര്യം സൂചിപ്പിക്കുന്നുള്ളൂ. ജോസ് തെറ്റിലെ MLA ആയിരുന്നപ്പോ ശ്രീ ഉമ്മൻചാണ്ടിയാണത് ഉദ്ഘാടനം ചെയ്തത്. പ്രതിപക്ഷത്തായിരുന്നു അന്ന് ജോസ് തെറ്റി. ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല. അത് പണി പൂർത്തീകരിച്ച് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. വെള്ളവരിയായി BMC നിലവാരത്തിൽ 28,000 കിലോമീറ്റർ റോഡാണ് BMC നിലവാരത്തിലായിട്ടുള്ളത്. കോടാനുകൂടി രൂപയാണ്, 1,00,000 കോടിയോളം രൂപയാണ് കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഗവൺമെന്റ് ഉപയോഗിച്ചത്. നമ്മുടെ
ഈ അങ്കമാലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താലൂക്ക് ആശുപത്രി നമ്മളുടെ ഫണ്ട് കിഫി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ഇങ്ങനെ കിടക്കാണ്, പൂർത്തിയായിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്കമാലി എന്ന് പറയുമ്പോൾ മലയാറ്റൂര്, കാലടി എല്ലാം അടങ്ങുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിശുദ്ധിയുടെ പ്രാധാന്യമുള്ള ഒരു നാടാണ് അങ്കമാലി കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്. അത് നമുക്ക് വീണ്ടെടുക്കണം. നഷ്ടപ്പെട്ടു പോയി പെരുമ നമുക്ക് വീണ്ടെടുക്കണം. അതിന് പറ്റിയ ഒരാളാണ് നമുക്ക് പ്രാവശ്യം മത്സരിക്കുന്നത്. രാഷ്ട്രീയം എല്ലാം മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇപ്പോ സാജു ഇപ്പോൾ ഇവിടെ സംസാരിച്ച് പറഞ്ഞല്ലോ, അതിർത്തിക്ക് ഉള്ളിൽ നിർത്തണം തർക്കങ്ങൾ. അത് ഇലക്ഷനുള്ളതാണ്. അത് കഴിഞ്ഞ് എന്ത് വേണം? നമ്മൾ ഒറ്റക്കെട്ടാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അങ്കമാലിയിലെ MLA കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു യോഗം പോലും രാഷ്ട്രീയത്തിലില്ല. ഒരു കാര്യത്തിൽ പോലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാനല്ലോ. പിന്നെ അത് നിങ്ങൾ 10-30 വർഷമായിട്ട് കാണുന്നവരാണല്ലോ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ദശാബ്ദങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണ്. ഒരു യോഗം വിളിച്ചുകൂട്ടി ഏത് കാര്യത്തിലാവട്ടെ, ബൈപ്പാസ് ആകാം, പൊതുവികസനം ആകാം, MCO ഡെവലപ്മെന്റ് ആകാം, ഒന്നും നടന്നില്ല എന്നുള്ളത് ഏറെ നിർഭാഗ്യകരം എന്ന് മാത്രമേ ഞാൻ പറയുന്നു. MC റോഡ് വികസനം വരുമ്പോ കോടികൾ ചെലവിട്ട് കാലടിയിൽ ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെ, മാർക്സിസ്റ്റ് കോളേജിൽ കാലിയിൽ പണിതുകൊണ്ടിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് 2-3 കോടി ചെലവഴിച്ച് പണിതാണ്. അത് പൊളിച്ചു മാറ്റേണ്ടി വരും. അതാണ് അവിടെ ഇടതുപക്ഷം കൃത്യമായി അവിടെ പഞ്ചായത്തിലും ഉദ്യോഗം നടത്തിക്കൊണ്ടാണ്. കേട്ടില്ല. വൈരാഗ്യ ബുദ്ധിയോടുകൂടി, പകയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയും എന്ന് അങ്കമാലി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വളരെ വിഷമത്തോടുകൂടിയാണ് നിങ്ങൾ പറയുന്നത്. ഇന്നത്തെ മണ്ണിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണം. പുതിയ സ്ഥാപനങ്ങൾ വേണം. നമുക്ക് റോഡ് ഗതാഗതം ശക്തിപ്പെടണം. അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടണം. നമ്മുടെ നാട്ടിൽ പഠിച്ചുകൊള്ളുന്ന കുട്ടികൾക്ക് ജോലി സാധ്യതകൾ ലഭ്യമാകുന്ന, അതിന് പരിശീലനം കൊടുക്കുന്ന എങ്കിൽ പോലുള്ള സ്ഥാപനങ്ങളെ കുറെ കൂടി ഉയരത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് ഞങ്ങളുടെ പൊതുവായ ലക്ഷ്യം. ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഇറക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഇതിലൂടെ അവതരിപ്പിക്കും. മറ്റൊന്ന്, ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് പറയുന്നത്, കഴിഞ്ഞ 2 ടേബിളായി ഇന്നത്തെ അങ്കമാലി MLA ഇറക്കിയ ഒരു പ്രകടന പത്രികയുണ്ട്. നിങ്ങളുടെ കയ്യിൽ അത് ലഭ്യമായാലും ഞങ്ങൾ അതിന്റെ ഡിജിറ്റൽ വെർഷൻ ഞങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇട്ട് തരാം. അപ്പോൾ അതിൽ ഏതൊക്കെ നടപ്പാക്കിയെന്ന് MLAക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞില്ല, ഞങ്ങൾ കുറ്റങ്ങൾക്കൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളോട് കമ്മിറ്റ് ചെയ്ത, ജനങ്ങളുടെ മുമ്പാകെ മാനിഫെസ്റ്റോയായി മുന്നോട്ട് വെച്ച ഏത് കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഒരു ഗവൺമെന്റ് വളരെ അഭിമാനത്തോടു കൂടി മുന്നോട്ട് വെച്ചു. അപ്പൊ അത് അതെല്ലാം വികസന കാര്യത്തിന്റെ ഒരു വലിയ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് അങ്കമാലിക്കാണ്. എയർപോർട്ട് സമീപ്യം, ശബരിമല പാത, പിൽഗ്രിം സെന്ററുകൾ, അതോടൊപ്പം തന്നെയുള്ള ടൂറിസം സർക്യൂട്ടുകൾ, MC റോഡ് നായകരെ പറയാക്കുന്നത്, ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഒരു വിഷനാണ്. 2050 കേരളത്തിലേക്കുള്ള ഒരു വിഷനാണ്. ആ വിഷൻ കേരളത്തിൽ 3ാമത്തെ ഗവൺമെന്റായി, 3ാമത്തെ ഉള്ള പിണറായി സർക്കാരായി അല്ലെങ്കിൽ LDF ഗവൺമെന്റ് വരുമ്പോ അത് ആ വിഷൻ നമ്മുടെ മണ്ഡലത്തിലും നടപ്പാക്കപ്പെടണം എന്നുള്ള ഒരു ഉറച്ച ബോധ്യം നമ്മുടെ ജനങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും സാധനം ജയിച്ചിരിക്കും. അതിനാവശ്യമായ സഹായങ്ങൾ എല്ലാ മാധ്യമ പ്രവർത്തന ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടു കൂടിയാണ് ഇതിന്റെ ഇടതുപക്ഷ മുന്നണിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ കൺവീനറിലേക്ക് എനിക്ക് നിങ്ങളോട്
അഭ്യർത്ഥിക്കാനുണ്ട്. ഇദ്ദേഹത്തിന് ചിഹ്നം അറിയാലോ, പാർട്ടി നേതാവ് കൂടിയായിട്ടുള്ള സാന്നിധ്യത്തിൽ ചിഹ്നം ചുറ്റികൈമ്പോൾ നക്ഷത്രമാണ്. അപ്പൊ അദ്ദേഹത്തെ ഏറെ നാളുകൾക്ക് ശേഷം CPIയുടെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളുകൾക്ക് ശേഷമാണ് CPIയുടെ സ്ഥാനത്ത് എനിക്ക് അങ്കമാലി മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്ന ഒരു സന്തോഷം കൂടി വ്യക്തിപരമായ CPIയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിന് എനിക്ക് കൂടി ഞങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഇത് കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് വാക്ക് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. യഥാർത്ഥത്തിൽ ഈ സർക്കാരിന്റെ പദ്ധതി ഇപ്പം നായത്തോട് സ്കൂളിന് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ വികസനം വന്നു. സർക്കാരും ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് നടത്തുന്ന പദ്ധതികൾക്ക് എല്ലാ ഫണ്ടുകളും വിനിയോഗിച്ചിട്ടുണ്ട്. അതൊന്നും ഇടതുപക്ഷം നടത്തുന്നില്ല, മാത്രമല്ല വികസനം നടന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു ജനപ്രതിനിധി മുൻകൈ എടുത്ത് നടത്തേണ്ട ഒത്തിരി വിഷയങ്ങളാണ്. റോഡ് വികസനം അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഫണ്ട് അനുവദിക്കാഞ്ഞിട്ടല്ല. അത് നേരത്തെ ജോസഫിനെ പോലുള്ളവർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിങ്ങനെ അതിന് പുറകെ ഒരു പദ്ധതി അനുവദിച്ചാൽ അതിന്റെ പുറകെ നിരന്തരം ഫോളോ അപ്പ് ചെയ്ത് തടസ്സം ഉണ്ടെങ്കിൽ അവിടെ രാഷ്ട്രീയക്കാരുടെ യോഗം വിളിച്ച്, ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച്, ഭൂമി പോകുന്നവരുടെ യോഗം വിളിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ചെയ്യുന്ന ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ അങ്ങനെ ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ വിളിച്ചു കൂട്ടിയില്ലേ നമുക്ക് ബൈപ്പാസിന്റെ കാര്യത്തിൽ തടസ്സമുണ്ട്, ഇതിന്റെ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കണം, നമുക്ക് സർക്കാരിന്റെ കാരണം എന്നുള്ള നിലയിൽ ആ നിലപാട് അങ്കമാലിയിൽ എടുത്തിട്ടേ ഇല്ല എന്നല്ലേ. നിങ്ങൾക്കും നോക്കാമല്ലോ, നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടെങ്കിലും പത്രക്കാരോടെങ്കിലും അങ്ങനെ മീറ്റിംഗ് വിളിച്ചിട്ടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ 2016-2021 കാലഘട്ടത്തില് നമ്മുടെ ഇടമലയാർ കനാലിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്ന അതിൻ്റെ അകത്ത് നമുക്ക് പായികമായി നമ്മൾ വെള്ളമൊഴുക്കി. LDFന്റെ ഭരണസമിതി 2016 കാലഘട്ടം. അതിനുശേഷം നമ്മളൊരു വലിയ പദ്ധതിയായിരുന്നു ഇവിടുന്ന് പാലശ്ശേരി വരെ ആ വെള്ളം എത്തിക്കുക എന്നുള്ളൊരു പരിപാടി. നമുക്ക് അതിൻ്റെ അകത്ത് പ്രതിസന്ധി ഉണ്ടായിരുന്നത് MC റോഡിലുള്ള പുഷ് ത്രൂ ആണ്. അതായത് ഐ ലവ് യു അങ്കമാലിയുടെ അടുത്തുള്ള ആ പ്രദേശത്ത് കാര്യങ്ങൾ കിട്ടാനായി ഞങ്ങള് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ അന്ന് ഗവൺമെന്റില് മന്ത്രിയായിരുന്ന ശ്രീമൻ K. കൃഷ്ണൻകുട്ടിയെ വ്യക്തിപരമായി ഇടതുപക്ഷ ജനാധിപത്യയുടെ നേതാക്കന്മാര് പോയി കണ്ട് അദ്ദേഹം അതിന് നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞ് ഞങ്ങൾ ആൻഡ്രൂസ് കാശ് കൊടുക്കുന്നതിന് മുമ്പ് ആ സ്ഥലം വിട്ട് നമ്മൾ പുഷ്പം നമ്മൾ ഓപ്പൺ ചെയ്തത്. അതല്ലാതെ ഇവിടുത്തെ അങ്കമാലിയിൽ ഇപ്പോഴത്തെ MLA-യുടെ ഇടപെടലിന്റെ ഭാഗമായി അവിടെ പുഷ്പം വന്നതോ കാര്യങ്ങൾ ചെയ്തതൊന്നുമല്ല. ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങള് അങ്കമാലിയുടെ വികസനത്തിന് ആര് ഫ്ലക്സ് വെച്ചാലും ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് യാതൊരു ആക്ഷേപവും കാര്യങ്ങളൊന്നുമില്ല. അങ്കമാലിയിൽ എത്രയോ കാലമായിട്ടുണ്ടായതാണ് അങ്കമാലി മുനിസിപ്പൽ പ്രദേശത്തെ ഭൂമിയുടെ താരിഫ് വിലയുടെ ഒരു വലിയ പ്രതിസന്ധി. 2000-ലധികം ആപ്ലിക്കേഷൻ അങ്കമാലി മുനിസിപ്പൽ പ്രദേശത്തുള്ള ആളുകളുടെ മാത്രം അത്യാവശ്യ കാര്യങ്ങൾ നടത്താത്തതുമായി ബന്ധപ്പെട്ട് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റാത്തതിലുണ്ടായ സാഹചര്യങ്ങൾ നവകേരള സദസ്സ് വന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു അവസരം കിട്ടിയത്. ഇത് ആ തരത്തിൽ അവതരിപ്പിക്കാൻ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കിട്ടണമല്ലോ. ആ സമയത്ത് ഒരു ജനപ്രതിനിധിക്ക് മന്ത്രിമാരെ 3-4 വകുപ്പ് മന്ത്രിമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ വിളിച്ചുകൂടാനായിട്ട് യാതൊരു പ്രയാസമില്ല. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്ന മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാരെ വിചാരിച്ചാൽ 3-4 വകുപ്പ് മന്ത്രിമാരെ അല്ലെങ്കിൽ 3-4 വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് വിളിച്ചു കൂട്ടി കാര്യങ്ങൾ നടത്താനായിട്ട് അത്ര ഈസി ആവുന്നു. അപ്പൊ അതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ്? ജനപ്രതിനിധിയാണ്. 8-ാം തീയതിയാണ് ഈ വിഷയയുടെ കൊലപാതകം ഉണ്ടാവുന്നത്. പിന്നെ ഞങ്ങൾ ഈ എറണാകുളം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും LDFന് 100% സുരക്ഷിതമായ മണ്ഡലങ്ങളാണെന്ന് കണക്കാക്കുന്നില്ല. ഈ പെരുമ്പാവൂരും അങ്കമാലിയും ഒക്കെ നിശ്ചയമായിട്ടും ഒരു പെരുമ്പാവൂർ മണ്ഡലത്തില് ഞാൻ ആദ്യം MLA ആകുമ്പോ ഒരു പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി ഉള്ളൂ LDFന്. ഇപ്പൊ പെരുമ്പാവൂർ മണ്ഡലത്തില് ഒറ്റ പഞ്ചായത്ത് ഞങ്ങൾ ഭരിക്കുന്നില്ല, ബ്ലോക്കും ഇല്ല, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും ഇല്ല. അങ്കമാലി വ്യത്യസ്തമല്ലല്ലോ. അപ്പോ പെരുമ്പാവൂരും അങ്കമാലിയും ഞങ്ങൾ വിജയിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഞാനും അവിടെ ഞങ്ങളുടെ ഘടകകക്ഷിക്കും ഞങ്ങൾ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ 15 കിലോമീറ്റർ അപ്പുറമുള്ള ഞാൻ എന്തിന് അങ്കമാലിക്ക് വന്നു എന്ന് ചോദിച്ചാൽ ഈ 300 കിലോമീറ്റർ അകലെയുള്ള ആളാണല്ലോ നിലവിൽ ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. 3000 കിലോമീറ്റർ ദൂരെ നിന്നാണ് ആ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ 2 പേരും വന്ന് വയനാട്ടിൽ മത്സരിച്ചത്. 15 വർഷം UDF ഭരിച്ച നിയമമണ്ഡലം 2006 മുമ്പ് 15 വർഷം കണ്ടിന്യൂസ് ആയിട്ട് UDF ഭരിച്ച നിയോജകമണ്ഡലമാണ്. ആ സമയത്ത് 15,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിനാണ് 2001 PJ ജോയിച്ചേട്ടൻ ഇവിടെ ജയിച്ചത്.
10,000-ന് മുകളിലോട്ട് അല്ലെ? 17,000 ആ അതന്നെ പറഞ്ഞു, 17,000-ന് മുകളിൽ ഞാൻ പറഞ്ഞു. 17,000. ആ 17,000. 18,000 ആ ശരി, 17,000-ന് മുകളിൽ നിന്നുള്ളൊരു തർക്കമില്ലല്ലോ. 15-ന് മുകളിലാണല്ലോ 17, 18 ഒക്കെ തർക്കമില്ല. അത് മാറി 5,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്, 6,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അന്നത്തെ LDF സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ പറയാൻ വന്നൊരു കാര്യം, ഞാൻ അങ്കമാലിക്കാരുടെ ഒരു സ്വഭാവം ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഞാൻ അങ്കമാലിക്കാരൻ, നിങ്ങൾ എല്ലാവരും അങ്കമാലിക്കാർ, പലരും വന്നവരൊക്കെ ഉണ്ട്, അതിലും തർക്കമില്ല. അങ്കമാലിക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, വികസനത്തിന് വേണ്ടിയിട്ട് അവർ വോട്ട് ചെയ്ത് സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കുന്നത്, വികസനത്തിന് വേണ്ടി മാത്രം. അതല്ലാതെ മറ്റ് ഒരു കാര്യങ്ങൾക്കും അവർക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ആളിപ്പോ കല്യാണത്തിന് ചെല്ലേണ്ട, വളരെ സന്തോഷം സ്വീകരിക്കും, ഫോട്ടോ എടുക്കും, കാര്യങ്ങൾ ചെയ്യും, അതൊക്കെ ചെയ്യും. പക്ഷെ വികസന കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാത്ത ഒരാളാണ് ജനപ്രതിനിധിയെങ്കിൽ അവരെ കാലാകാലങ്ങളിൽ അവർ മാറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മണ്ഡലം LDF വിജയിക്കാൻ പോകുന്നതെന്ന് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ പാർലമെന്റ് ഇലക്ഷനില് 19 സീറ്റിലും UDF വിജയിച്ചിട്ട് LDF കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലേ? പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിലവിലുള്ള ഗവൺമെന്റിന്റെ മികവും ഞങ്ങളുടെ സംഘടനാ സംവിധാനവും സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ ബന്ധവും അതെല്ലാം ഇതിലൊരു ഘടകമാണ്. ഇല്ല, കിട്ടിയതോടും കെട്ടിയതോടും പറയാൻ പറ്റില്ല. അപ്പോ ഞാൻ പറയാം, ഈ പാലവും റോഡും മാത്രമല്ല വികസനം എന്ന് പറയുന്നത്. ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ പെരുമാറെന്ത് ചെയ്തു ചോദിച്ചില്ലേ, അതിന് കൃത്യമായ ചെയ്ത കാര്യങ്ങളുടെ അതൊന്നും കൂടെ വിസ്തീരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളൊക്കെ ഈ പൊതുരംഗത്ത് തന്നെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. ഇപ്പോ പെരുമ്പാവൂർ നിങ്ങൾക്കറിയാം, ഞാൻ ആ വിഷയം ആരും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു കാര്യമല്ല. പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രാങ്കണത്തിലുണ്ടായ വളരെ ദുഃഖകരമായ സംഭവം. ഈ എയർപോർട്ടിൽ വന്നിറങ്ങിയ 100 കണക്കിന് ആളുകൾ ഇങ്ങോട്ട് വരാനാ, വിദേശത്ത് നിന്ന് യാത്ര തിരിക്കാൻ ആരംഭിച്ച 100 കണക്കിന് ആളുകൾ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. ഒരിക്കലും സാജിബുകളുടെ മാത്രം ഒരു കഴിവുകൊണ്ടല്ല. അന്ന് തിരുവനന്തപുരത്തായിരുന്ന VP തങ്കച്ചൻ സാറ് രാത്രി പെരുമാറുന്നത്. ആജി TH മുസ്തഫയാണ് അതിൽ ഏറ്റവും കുറച്ച് ചെലവെടുത്തത്. അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ KM സലാമായിരുന്നു. NC മോഹൻ, സജിത് ഹുസൈൻ, ഞാനും ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും 3-4 ദിവസം ആ ഒരു വലിയ ഒരു സംഘർഷാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി. ബാല്യം, ലഹരിമുക്ത ഭാരതം, കളിക്കളമാണ് ലഹരി എന്നുള്ളൊരു സന്ദേശമായി ഇപ്പോഴും ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മാർച്ച് 3 മുതൽ ജൂൺ 11 വരെ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണത്. അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ അങ്കമാലി ഉപജില്ലയിലെ മാത്രം ഒരു കണക്ക് പറയാം. ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കിയത് 109 സ്കൂളുകളുണ്ട് അങ്കമാലി ഉപജില്ലയിൽ. അതിൽ 13 സ്കൂളുകളിൽ മാത്രമാണ് കായിക അധ്യാപകരുള്ളത്. ഒരു കായിക അധ്യാപകനില്ലാതെ നമുക്കൊരു കുട്ടിയെ എങ്ങനെ ഒരു ആരോഗ്യമുള്ള ഒരു പൗരനാക്കി വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ഉപജില്ലയുടെ ഒരു സ്പോർട്സ് നടക്കുന്നിടത്ത് ഞാൻ പോയിരുന്നു. അവിടെ സ്പോർട്സുമായിട്ട് കുട്ടികളെ കൊണ്ട് വരുന്നത് ഹിന്ദി ടീച്ചർ, അല്ലെങ്കിൽ ഉറുദു ടീച്ചർ, അറബി ടീച്ചർ, ഇങ്ങനെയുള്ള ടീച്ചർമാരാണ് ഈ കുട്ടികളെ കൊണ്ട് വരുന്നത്. അവർക്ക് ഈ സ്പോർട്സിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പം നമ്മൾ ആ ഒരു കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ മൂന്നാമത് വന്നാൽ, അല്ലെങ്കിൽ താങ്കൾ ഇവിടുത്തെ MLA ആയി വന്നാൽ ആ ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടും, അല്ലെങ്കിൽ അതിനെപ്പറ്റി എങ്ങനെ പ്രതികരിക്കും ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ ലഹരിയിൽ നിന്ന്, അല്ലെങ്കിൽ മാരകമായ ലഹരി പദാർത്ഥങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് കേരളീയ സമൂഹത്തെ, യുവത്വത്തെ രക്ഷിക്കാൻ ഒന്ന് സ്പോർട്സ്. ഞങ്ങൾ പറയുമ്പോൾ വായന ഒരു ലഹരിയായി എടുക്കുമെന്ന് ഞങ്ങൾ പറയുന്നു, മനസ്സിലായി? അപ്പൊ ആ രീതിയിൽ ഇപ്പൊ ഈ പറഞ്ഞ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിന് ഒരുപാട് മികവും മിഴിവും ഉള്ളപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചില കായിക അധ്യാപകർ, സംസ്ഥാന നേതാക്കന്മാരുൾപ്പെടെ എനിക്കറിയാവുന്നതാണ്, അവർ പല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു പോരായ്മ, പിന്നെ എല്ലാ സ്കൂളുകളിലും ഈ പല കാറ്റഗറി അധ്യാപകരെയും വെക്കുക എന്നുള്ളത് പാർട്ട് ടൈമായിട്ടൊക്കെയല്ലേ പലയിടത്തും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ ഭിന്നശേഷിക്കാരുടെ വിഷയം വന്ന നിയമനത്തിൽ വലിയൊരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു. അതിപ്പോ കുറച്ച് മാറിയിട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ കാര്യം നമുക്ക് ആ കാര്യത്തിൽ നമ്മൾ ആത്മാർത്ഥമായി തന്നെ ഇടപെടാം. അതില് താങ്ക് യു. എല്ലാവിധ ആശംസകളും. വീണ്ടും കണ്ടുമുട്ടാം.